അയ്യോ കുത്തരുത്, ഞാൻ പരിപ്പോടെയാ. കത്തിമടക്ക്, കത്തിമടക്ക്. ഇതാണ് രോഗം പിടിച്ചു കിടന്ന സ്ത്രീ. ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഇപ്പോഴവർ റോഡിലായി. എല്ലാം എനിക്ക് മനസ്സിലായി. നിങ്ങളെ ആ വീട്ടുകാർ തെറ്റിദ്ധരിച്ചു കാണും. ഇതാണ് ഈ കാലത്തിന്റെ ഒരു പ്രത്യേകത. സഹായിക്കാൻ പോയാൽ സഹായിക്കുന്നവനും സഹായിക്കപ്പെടുന്നവനും ഒരുപോലെ കുടുങ്ങും. ഞാനതില്ലേ ആരെയും സഹായിക്കാത്ത. ഞാൻ ആ ഇരുട്ട് മുറിയിൽ കിട്ടുന്ന മരിച്ചിരുന്നെങ്കിൽ എല്ലാം അവസാനിച്ചേനെ. നിങ്ങൾ എന്തിനെന്നെ രക്ഷിച്ചു? ഞാൻ പഠിച്ച തൊഴിൽ മോഷണമാണ്. പക്ഷെ ഇന്നുവരെ ഞാനാരെയും കൊന്നിട്ടില്ല. നിങ്ങളെ കണ്ടപ്പോൾ എനിക്ക് രക്ഷിക്കണമെന്ന് തോന്നി. ഏതായാലും പാതിരാത്രി സമയത്ത് ഈ വഴിയിൽ നിന്ന് സംസാരിക്കണം. ഞാനിനി എങ്ങോട്ട് പോവും? എനിക്കിനി പോകാൻ ഒരിടവുമില്ല. ഒന്നുകിൽ കടൽ, അല്ലെങ്കിൽ റെയിൽ പാളം. എനിക്കിനി ജീവിക്കണ്ട. നിങ്ങൾക്ക് പോകാൻ ഒരു സ്ഥലം ബാക്കിയുണ്ട്, എന്റെ വീട്. ധൈര്യമുണ്ടെങ്കിൽ അങ്ങോട്ട് പോകാം. ഞാൻ കള്ളനാണ്, എങ്കിലും നിങ്ങളുടെ ഭർത്താവിന്റെ അനിയൻ ചെയ്തത് ജീവിതത്തിൽ ഒരിക്കലും ചെയ്യില്ല. പണവും പണ്ടവും ഞാൻ മോഷ്ടിക്കും, പക്ഷെ അമ്മപെങ്ങന്മാരുടെ മാനം മോഷ്ടിക്കാറില്ല. ചേച്ചി, വേണു കള്ളനാണെങ്കിലും ഹൃദയമുള്ളവനാണ്. ഈ ആങ്ങള പറയുന്നത് ചേച്ചി വേണുവിനടുത്ത് പോകും.